നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. വിവരം അറിഞ്ഞ് അഖില വന്നപ്പോഴാ സ്വർണ്ണ സ്നേഹയുടെ മുറിയിലെ അലമാരയിൽ നിന്ന് കണ്ടെത്തിയത്. അത് അവിടെ എങ്ങനെ വന്നു അവർക്കും അറിയില്ലായിരുന്നു. ആ സ്വർണം എല്ലാവർക്കുമായിട്ട് പകുത്തു കൊടുക്കാൻ വേണ്ടി അമ്മ തീരുമാനിച്ച് തട്ടാനെ വരുത്തിയപ്പോഴാ അത് മുക്കുവണ്ണാണെന്ന് തെളിഞ്ഞത് പോലും. പിന്നീട് അത് മധുവിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തു. എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല ആനന്ദേട്ട. നിനക്കിതൊക്കെ എന്നെ ഫോണിൽ വിളിച്ചു പറയാമായിരുന്നില്ലേ? ഒന്ന് രണ്ട് തവണ ഞാൻ വിളിച്ചതാ, അപ്പോഴൊന്നും കിട്ടിയില്ല. പിന്നെ എന്തിനാ ഇതൊക്കെ പറഞ്ഞ് ആനന്ദേട്ടന്റെ മനസ്സിനെ കൂടെ വിഷമിപ്പിക്കുന്നതെന്ന് ആലോചിച്ചു. നന്നായി. എന്നിട്ടിപ്പോ ഇവിടെ ആരും വേദനിച്ചിട്ടില്ലല്ലോ അല്ലേ? കുടുംബം മുഴുവൻ കലങ്ങി പോയിട്ട് നമ്മൾ മാത്രം ഇവിടെ എന്തിനാ ജീവിക്കുന്നത് മാതിരി? നീ ചെന്ന് എല്ലാവരോടും ഹാളിലോട്ട് വരാൻ പറ. എനിക്ക് എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കണം. എല്ലാവരും എന്ന് പറയുമ്പോ ഇവിടെ ഇപ്പൊ ആരൊക്കെയാണോ ഉള്ളത്? അവരെല്ലാവരും. എല്ലാവരും ഒന്നിച്ചു വേണമെന്ന് തന്നെ ആനന്ദേ എന്റെ ആഗ്രഹം. എന്നിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അരുണിമ എവിടെ? ചേച്ചി രാവിലെ തന്നെ പോയി. ഇനി മാധുരി പറഞ്ഞ പോലെ അർജുനും പൂജയും കൂടി പോകാനുള്ളൂ. അതുകൂടി കഴിഞ്ഞാലേ നമ്മൾ 3 വയസ്സായവർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. എന്താ അർജുൻ, നിനക്ക് ഇവിടുന്ന് പോകാനുള്ള പ്ലാൻ ഉണ്ടോ? ഈ തന്ത ഇപ്പൊ ഇയാളെ സെന്റി അടിച്ച് പൂട്ടും. അതോടെ ആ പരിപാടി മുടങ്ങാൻ ചെയ്യും. എന്താ പൂജയ്ക്ക് പോകണമെന്നുണ്ടോ? ഇല്ലച്ചാ, ഞാൻ എങ്ങോട്ട് പോവാനാ? അപ്പോ പോവാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണല്ലേ? അല്ലെങ്കിൽ പോയേനെ അല്ലേ? അയ്യോ, അങ്ങനെയല്ല. അർജുൻ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? കുറച്ച് പക്വതയോടെ നിനക്കെങ്കിലും ഒന്ന് ഹാൻഡിൽ ചെയ്യാമായിരുന്നില്ലേ? ഇനിയൊരിത് കൊളമാക്കും. അജുവേട്ടൻ ഇവിടെ നിന്ന് ആരും പോകരുതെന്ന് അച്ഛാ. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് തടഞ്ഞു നിർത്താൻ തോന്നാത്തത്? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാനും കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. പക്ഷെ വീട് വിട്ടു പോകുന്നൊന്നും ഞാൻ കരുതിയില്ല അച്ഛാ. അച്ഛമ്മയുടെ മുറിയിൽ നിന്ന് സ്വർണ്ണം എടുത്ത് മാറ്റി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് സ്നേഹയുടെ വീട്ടിൽ കൊണ്ടുവച്ചു. അത് പിന്നീട് മധുവാനിയുടെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചതടക്കം എല്ലാ തെറ്റും പൂജയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയപ്പോ ഞാൻ എതിർത്തു. അച്ഛന് തോന്നുന്നുണ്ടോ ഇതെല്ലാം ഒരാളെ കൊണ്ട് പറ്റുമെന്ന്? അർജുൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല അത്. അല്ലെങ്കിൽ ഇപ്പോ അത്രയും വലിയ ക്രിമിനൽ ആയിരിക്കണം. അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ ഇല്ലതാനും. എന്തായാലും പോയ സ്വർണം തിരിച്ചു കിട്ടിയില്ല അമ്മേ. ഇനി അത് ആരാണ് ശരിക്കും എടുത്തതെന്ന് അറിയണമെങ്കിൽ പോലീസിൽ ഒരു പരാതി കൊടുക്കണം. അവരന്വേഷിക്കട്ടെ. ഇതിലും വലിയ സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് ആരും ഇവിടുന്ന് പോയിട്ടില്ല, ഉണ്ടോ? അതുകൊണ്ട് ഈ വിഷയത്തിലും ആരും ഇവിടുന്ന് പോകുന്നില്ല. മധുവിനെയും വസന്തനെയും ഞാൻ തിരിച്ചു വിളിക്കാൻ പോവുക. അഖിലും സ്നേഹയും കൂടി ഇവിടെ തിരിച്ചു വരണം. എന്താ, ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എന്റെ സ്ഥാനത്ത് ഏട്ടനായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുമായിരുന്നു? മനസ്സാ വാച കർമ്മണ ചെയ്യാത്ത കുറ്റത്തിന് പൂജയടക്കം എന്റെ മേലിൽ കുറ്റം ചേർത്ത്. എന്റെ അമ്മയുടെ സ്വർണം ഏത് കാലത്തായാലും എനിക്കൂടെ അവകാശപ്പെട്ടതല്ലേ? അത് ഞാൻ എന്തിനു അപഹരിക്കണം? ഒരിക്കൽ അമ്മ അതെല്ലാം പൂജയ്ക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞതല്ലേ? അപ്പൊ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. അന്നും അത് വേണ്ടാന്ന് പൂജ തന്നെയല്ലേ പറഞ്ഞത്? ആ പൂജയല്ല ഈ പൂജയെന്ന് ആദ്യം മുതലേ ഞാൻ പറയുന്നതിന്റെ കാരണം അതുകൊണ്ടുകൂടിയാ. അതെ, കാര്യങ്ങൾ ആനന്ദേട്ടം വിചാരിക്കും പോലെ അത്ര സിമ്പിൾ അല്ല.
അപകടത്തിന് ശേഷം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പഴയ പൂജയല്ല. നീ എന്ത് വിട്ടിത്ത വസന്ത ഈ പറയുന്നത്? ആദ്യം എനിക്കും വസന്തേട്ടൻ പറയുന്നത് മണ്ടത്തരാന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ആനന്ദേട്ടാ. നോക്ക്, നിങ്ങളും അഖിലും സ്നേഹയും ചേർന്ന് ഒപ്പിച്ചെടുത്തൊരു പരിപാടിയായിട്ടാണ് അമ്മ പോലും ഈ സ്വർണ്ണ മോഷണത്തെ കാണുന്നത്. ആ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് തോന്നിയാസവും പറയാമെന്ന് വിചാരിക്കണ്ട. ആനന്ദേട്ടാ, ഞങ്ങൾ പറയുന്നത് മനസ്സിലായി. പക്ഷെ അത് സ്ഥാപിക്കാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? പൂജ ഒപ്പിടാൻ മറന്നതോ അതോ ഒപ്പിട്ടപ്പോ തെറ്റിപ്പോയതോ? അർജുൻ എന്നോട് അതേപ്പറ്റി പറഞ്ഞിരുന്നു. ലോൺ എടുക്കാൻ ബാങ്കിലെ അഗ്രിമെന്റിന് തുടർച്ചയായി ഒപ്പിടുമ്പോ ഒപ്പുകൾ തമ്മിൽ ചില വ്യത്യാസങ്ങൾ വരില്ലേ? ഒരു പേപ്പർ എടുത്ത് താൻ തന്നെ കുറെ ഒപ്പിട്ട് നോക്ക്. ആദ്യത്തെ ഒപ്പും അവസാനത്തെ ഒപ്പും തമ്മിൽ വ്യത്യാസം കാണില്ലെന്നാണോ വിചാരം? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ മാറി നിന്നാൽ അവസാനം നിങ്ങൾ തന്നെയാണ് കള്ളന്മാരെന്ന് മറ്റുള്ളവർ കരുതും. എന്റെ പെങ്ങള് ഇതുപോലൊരു കാര്യത്തിന്റെ പേരിൽ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. നിനക്കറിയാലോ മധു, നമ്മുടെ വീട്ടിലൊരു കൊലപാതകം വരെ നടന്നു. എന്നിട്ട് പോലും പരസ്പരം പിരിഞ്ഞു താമസിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പൂജയോട് പണ്ട് നീ ചെയ്തതൊക്കെ എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ. അത്തരം കാര്യങ്ങളുടെ പേരിലെ ഞാൻ നിങ്ങളോട് വഴക്കിടാനോ പിണങ്ങാനോ തയ്യാറായിട്ടില്ല. ഇപ്പൊ ഈ വിഷയത്തിൽ പൂജ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതൊക്കെ മറക്കാൻ തയ്യാറാവണം. ആ, രണ്ടുപേരും വീട്ടിലേക്ക് വരണം. എന്താ, വസന്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ആർക്കും ബോധ്യമാകുന്നില്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ട്. തന്റെ ബോധ്യങ്ങളല്ല വസന്ത, ആരോപണങ്ങൾ എന്ന് പറയും. ആരോപണങ്ങൾ തെളിയിക്കപ്പെടാനുള്ളതാണ്. തനിക്ക് പൂജയെക്കുറിച്ച് തോന്നുന്ന പ്രശ്നങ്ങൾ ആ വീട്ടിൽ മറ്റാർക്കും തോന്നുന്നില്ല, പ്രത്യേകിച്ച് അവളുടെ ഭർത്താവ് അർജുന് പോലും. അതുകൊണ്ടേ വസന്തൻ സങ്കല്പിച്ചുണ്ടാക്കുന്ന കാര്യങ്ങള് തൽക്കാലം വില പോവില്ല. അഖിലിനെയും സ്നേഹയും ഞാൻ കണ്ടിരുന്നു. അവര് വൈകിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നിങ്ങളും വരണം. ഇനി മധുവിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ വന്നോളാം. ഏട്ടൻ വെക്കോ? എന്നാ ശരി വസന്ത, പോട്ടെ. ആ, ആനന്ദേട്ടൻ എന്താടി ഞാൻ പറഞ്ഞിട്ട് ഒരു വിശ്വാസം വരാത്തെ? വസന്തേട്ടാ, ആനന്ദേട്ടൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നത് വെറും ആരോപണങ്ങളാ. അത് തെളിയിക്കാൻ മതി, നിർത്ത്. സകല എണ്ണത്തിനും ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അപ്പൊ കാണാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് വൈകിട്ട് പോവല്ലേ? ആരെങ്കിലും അവിടെ നിന്ന് വിളിക്കാൻ വരുന്നത് കാത്തിരിക്കായിരുന്നില്ലേ നീ? പിന്നെ ചോദിക്കണോ? നീ എങ്ങോട്ടാ മോളെ? എവിടേക്ക് നീ പോകുന്നേ? അമ്മയ്ക്ക് സംഭവിച്ച പോലൊരു ജീവിതം എനിക്കുണ്ടാവാൻ പാടില്ല അമ്മേ. ഡോക്ടർ പറഞ്ഞ പോലെ എന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയായ ഒരാൾ കൂടി ഉണ്ടല്ലോ. ആ ആളെ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. നീ എവിടെ ചെന്ന് എന്തിനെ പറ്റി അന്വേഷിക്കാനാ? ആരോട് ചോദിക്കാനാ?